യമയുടെ രണ്ടാം ഭാഗമാണ് സത്യ. സത്യ എന്ന വാക്കിന്റെ അർത്ഥം പരിഹിതാർത്ഥം വങ്കവംസോ യാത്രാത്വം സത്യം. അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള വാക്യത്തിന്റെയും മനസ്സിന്റെയും യഥാർത്ഥ വികാരം. അതിന്റെ പേര് സത്യം എന്നാണ്. ഇംഗ്ലീഷിൽ സത്യം എന്ന വാക്കിന് ഒരു വാക്കും ഇല്ലെന്ന് ഓർക്കണം. ഇംഗ്ലീഷിൽ സത്യം എന്ന് വിളിക്കുന്നതിനെ സംസ്കൃതത്തിൽ റൈറ്റ് എന്ന് വിളിക്കുന്നു. ഇത് എന്നാൽ കാണുന്നത് പോലെ സംസാരിക്കുന്നു. ആചാരമല്ല, സത്യമാണ് നാം പിന്തുടരേണ്ടത്. സത്യത്തിന്റെ പ്രായോഗിക ഭാഗത്തിന്റെ അടിസ്ഥാനം ആപേക്ഷികതയാണ്. അതായത് സമയം, സ്ഥലം, സ്വഭാവം അനുസരിച്ച് നമ്മൾ പെരുമാറണം. എന്നാൽ മറ്റുള്ളവരോടുള്ള ക്ഷേമത്തിന്റെ യഥാർത്ഥ വികാരം നാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി നമുക്ക് കള്ളം പറയേണ്ടി വന്നാൽ അത് സത്യത്തെ പിന്തുടരുന്നതാണ്. ഒരു നിരപരാധി ഭയന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു എന്ന് കരുതുക. അവനെ കൊല്ലാൻ ഒരു ഭയങ്കര ശക്തനായ മനുഷ്യൻ അവന്റെ പിന്നാലെ വരുന്നു. ഇനി ആ പേടിച്ചരണ്ട മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൽ ഒളിച്ചാൽ, കൂടാതെ ദുഷ്ടനും ഭയങ്കരനുമായ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് അങ്ങനെയുള്ള ഒരാൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നു, ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ സത്യമോ ആചാരമോ പിന്തുടരുമോ? എന്നാൽ ഇവിടെ കള്ളം പറഞ്ഞാൽ ഒരു നിരപരാധിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ആ നിരപരാധിയോട് നിങ്ങൾക്ക് ഒരു ക്ഷേമ വികാരമുണ്ട്, അതിനാൽ കള്ളം പറയുന്നതിലൂടെ പോലും നിങ്ങൾക്കുണ്ട്. സത്യത്തെ മാത്രം പിന്തുടർന്നു.